MDMAയുമായി സെക്സ് റാക്കറ്റിലെ കണ്ണിയായ യുവാവ് പിടിയിൽ. തൃശൂർ സ്വദേശി റിനിൽ രാജാണ് വാളയാർ ടോൾ പ്ലാസയിൽ പിടിയിലായത്. വൻ MDMA വേട്ടയാണ് വാളയാർ ടോൾ പ്ലാസയിൽ നടന്നിട്ടുള്ളത്. 500 ഗ്രാം MDMA ആണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ കോളേജുകളിൽ ഉൾപ്പെടെ യുവാക്കൾക്ക് വിൽപ്പന നടത്താനായിരുന്നു ലഹരി എത്തിച്ചത്. പിടിച്ചെടുത്ത ലഹരി മരുന്നിന് വിപണിയിൽ 1.5 കോടി രൂപയിലേറെ വില വരും. വിപണിയിൽ കൃത്രിമ ഡിമാൻഡ് ഉണ്ടാക്കി അതിലും കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇവരുടെ രീതി. 20 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. പാലക്കാട് എക്സൈസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വാളയാർ ടോൾ പ്ലാസയിൽ സ്ഥിരം പരിശോധനയ്ക്കിടെ പ്രതിയെ സംശയം തോന്നിയാണ് ബാഗ് പരിശോധിച്ചത്. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന ലഹരി മരുന്നാണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. KSRTC ബസ്സിലാണ് MDMA കടത്തിയത്. പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ വർഷം പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. കഴിഞ്ഞ വർഷം പിടിച്ചെടുത്ത 1 കിലോ MDMA ആണ് ജില്ലയിലെ ഏറ്റവും വലിയ മെത്ത് വേട്ട. അതിനെ തുടർന്നുള്ള രണ്ടാമത്തെ സംഭവമാണ് ഇന്നത്തേത്. പ്രതി റിനിൽ രാജിനെ പാലക്കാട് എക്സൈസ് ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. സെക്സ് റാക്കറ്റിലെ കണ്ണിയാണ് പിടിയിലായ പ്രതി. കൂടാതെ ഗോവ കേന്ദ്രീകരിച്ച ചൂതാട്ട കേന്ദ്രത്തിൽ ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതായും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഗോവയിൽ ഗാംബ്ലിംഗ് സെന്ററിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് കാണുന്നത് ഉണ്ടെന്ന് പറയുന്നത്, അത് അന്വേഷിക്കേണ്ടത്. ഇതുവരെ പ്രതിയല്ലെന്നാണ് പറയുന്നത്. അത് അന്വേഷിച്ചാലേ അറിയപ്പെടും. എങ്ങനെ അല്ല, അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിൽ നല്ലൊരു ബന്ധം തന്നെ കാണും, ഒരു ഗ്രൂപ്പ് തന്നെ കാണും. ചിലർ മറ്റേ മെയിനായിട്ട് പറയുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്ക്, പിന്നെ ബാക്കിയുള്ള ഇത് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇല്ല, അത് അന്വേഷിക്കണം. അതിപ്പം ഇത്രയും ചെറിയ സമയം കൊണ്ട് അന്വേഷിക്കത്തില്ല. പക്ഷെ ആള് കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. പക്ഷെ അത് വന്ന ഉറവിടം അന്വേഷിക്കണം. അതെ, എറണാകുളം വരെ പോകുന്ന ഒരു KSRTC ബസ്സാണ്. അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. വളരെ കാഷ്വലായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ നമുക്കൊരു സംശയം തോന്നിയ എല്ലാവരും ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു രീതിയാണ്. അല്ലല്ല, നമ്മൾ സാധാരണ രീതിയിൽ അന്വേഷിക്കാറുണ്ട്. റാൻഡം ചെക്കിങ് നടത്താറുണ്ട്. ടോൾ പ്ലാസയിൽ അന്വേഷിക്കാറുണ്ട്. പല NH-ന്റെ പല സ്ഥലത്തും നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഈ സ്കാർസിറ്റി ഉണ്ടാക്കിയിട്ട് ഇവർ വിൽക്കുന്ന ഒരു രീതിയാണ് അവർക്ക്. ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ട് വിറ്റഴിക്കുന്ന ഒരു രീതിയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് സാധ്യതയുണ്ട്. 1.5 കോടിയിലധികം പോകാൻ സാധ്യതയുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ അജയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന റൈഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജിത്, തൗഫീഖ്, ഹരികൃഷ്ണൻ, സുബിൻ രാജ്, അനീഷ് എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.